ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി പുളിഞ്ചിയാണ്. സദ്യക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിഞ്ചി റെസിപ്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അത് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട്. വെളിച്ചെണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ചെറുള്ളി അരഞ്ഞൊന്ന് ഇട്ടെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറുള്ളി എല്ലാം ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വേണം ഇഞ്ചി ഇതിലേക്ക് ഇടാനായിട്ട്. ഒരു കാരണവശാലും ഇഞ്ചി പേസ്റ്റ് ആക്കുകയോ ചതക്കുകയോ ചെയ്യരുത്. ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇഞ്ചി അതുപോലെ തന്നെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി ഒക്കെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അരമണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്ത പുളിവെള്ളമാണ്. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരാനുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു തിക്കായിട്ട് വരിക. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല തിക്കായിട്ട് ഇത് വരണം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരം എരിവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉലുവപ്പൊടിയും അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉലുവപ്പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കയ്പ്പ് വരും. ഞാനിവിടെ ഒരു പിഞ്ച് അളവിൽ മാത്രമേ ഇടുന്നുള്ളൂ. ഇതേപോലെ തന്നെ ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക.
നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3-4 മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.